ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മഴ വരുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ കളക്ടർമാരുടെ പേജുകളിൽ പോയി പൊങ്കാലയിടുന്ന, അവധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വേഴാമ്പൽ കുട്ടികളായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ. അത് 1ാം ക്ലാസ് എന്ന് മാത്രമല്ല, +2 വരെയുള്ള കോളേജിൽ പഠിക്കുന്നവരായിക്കോട്ടെ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അവധി വളരെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അവധി കിട്ടാൻ വേണ്ടി നമ്മൾ പലരും കാത്തിരുന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അവധി ഇത്ര ക്രേസ്? ഒരു മഴ പെയ്താൽ തന്നെ ഒരു ദിവസം അവധി കിട്ടാൻ വേണ്ടി കുട്ടികൾ എന്തിനാണ് ഇത്രയധികം കാത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ അന്വേഷിക്കുന്നത്, നമ്മൾ ഉത്തരം ശ്രമിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ സാധാരണ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 7 പീരീഡുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല ക്ലാസ്സുകളിലും വർക്ക് എക്സ്പീരിയൻസ് പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. PT പീരീഡുകൾ പണ്ട് ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതും പോർഷൻ തീർക്കാൻ വേണ്ടി മറ്റ് വിഷയങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ ജനഗണമന പാടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ പോലെ തന്നെ ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ ആ ദിവസം എങ്ങനെയെങ്കിലും അവധി കിട്ടി വീട്ടിലിരുന്നൊന്ന് റിലാക്സ് ചെയ്യണമെന്നാണ് വിദ്യാർത്ഥികളുടെ ഭൂരിഭാഗം തോട്ടം. നമ്മൾ സ്കൂൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞിട്ട് അത് എത്ര നല്ല മനോഹരമായ കാലഘട്ടമായിരുന്നു, വിദ്യാർത്ഥികളെ മിസ് ചെയ്യുന്നു, കൂട്ടുകാരെ മിസ് ചെയ്യുന്നു, ടീച്ചേഴ്സിനെ മിസ് ചെയ്യുന്നു, ക്ലാസ് റൂം മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും സ്കൂളിൽ പോയേ പറ്റുള്ളൂ, ഞാൻ ഇന്നും സ്കൂളിൽ പോകും എന്ന് പറയുന്നവരുടെ അളവ് വളരെ കുറവാണ്. അവർക്കൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ അവധി ചോദിച്ച് മേടിച്ച് വീട്ടിലിരിക്കുവാനുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രോഗ്രാംഡ് മൈൻഡാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന രീതിയുടെ അല്ലെങ്കിൽ ഇടപഴകുന്ന രീതിയുടെ ഒക്കെ വ്യത്യാസമായിരിക്കാം, അതിൽ വന്ന മാറ്റമായിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അവധി കാത്തിരിക്കുന്ന വേഴാമ്പലുകളിലാണോ നിങ്ങൾ എന്നുകൂടി കമൻറ്റ് ചെയ്യുക. തൽക്കാലം നിർത്തുന്നു. ബൈ.